ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം. ഇന്നത്തെ വീഡിയോ ഒരു ലിപ് കെയർ വീഡിയോ ആണ്. ലിപ്സിൻ്റെ ഡാർക്ക്നെസ്സൊക്കെ മാറാനും ലിപ്സ് നല്ല മോയ്സ്ചറൈസ് ചെയ്ത് സോഫ്റ്റായിട്ടിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു പാക്കും പിന്നെ ലിപ് ബാമും ഒക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ഒരു ഡെയിലി കെയർ എങ്ങനെ ലിപ്സിന് ചെയ്യാം എന്നുള്ളതും കൂടെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടുണ്ട് ബെല്ലേക്ക് കൊണ്ട് പ്രസ് ചെയ്തേക്കാം. ഓൾ എന്ന ഓപ്ഷൻ കൂടെ ആകുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ലിപ്സ് ഒന്ന് സ്ക്രബ് ചെയ്ത് മോയ്സ്ചറൈസ് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ പല്ല് തേക്കുന്ന രാവിലെ ബ്രഷ് എടുത്തിട്ടാണ് ചുണ്ടിനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ രാവിലെ ബ്രഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ലിപ്സ് നന്നായിട്ട് നനഞ്ഞിരിക്കണം, ബ്രഷ് നനഞ്ഞിരിക്കണം. അതിനുശേഷം നല്ലൊരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വാസ്ലിനാണ് എടുക്കുന്നത്. നന്നായിട്ട് ലിപ്സ് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് ഒന്നുകൂടി ഡ്രൈ ആവാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് നന്നായിട്ട് അപ്പോഴേ തന്നെ ലിപ്സ് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കാം. ഡെയിലി കെയറോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ലിപ്സ് കെയർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡെയിലി കെയർ ചെയ്യാം. അടുത്ത് നമുക്ക് ഇനി ഒരു ലിപ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്കാണ്, ഡാർക്ക്നെസ് മാറാനുള്ളൊരു പാക്കാണ്. അതിന് വേണ്ടിയിട്ടൊരു 1/4 ടീസ്പൂൺ തേനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഇനി ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം മതി. പിന്നെ ഒരു ലെമൺ, ഈ നാരങ്ങ ഇതിലോട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ലിപ്സിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത്. നാരങ്ങയും തേനും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മൾ ഡാർക്ക്നെസ്സൊക്കെ മാറാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഈ ലിപ്സിലെ ഡാർക്ക്നെസ്സ് നമുക്ക് പെർമനൻ്റായിട്ട് മാറ്റി കിട്ടുന്നതാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരേ ഒരു തവണ മാത്രമേ ഞാനിതുപോലെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരിക്കൽ കൂടി അപ്ലൈ ചെയ്തിട്ട് വന്നിട്ടില്ല. കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡാർക്ക്നെസ്സൊക്കെ മാറുന്നതാണ്. ഇനി നമ്മൾ എടുക്കുന്ന ഒരു ബീറ്റ്റൂട്ടാണ്. ബീറ്റ്റൂട്ട് എടുത്ത് ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരു 10-15 മിനിറ്റ് ലിപ്സിലൊന്ന് വെച്ചിരിക്കുക. ശേഷം വാഷ് ചെയ്ത് കളയാതിരിക്കുക. എന്നാലും ലിപ്സ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇത് ഡെയിലി ചെയ്യുകയോ അല്ലെങ്കിൽ ആഴ്ച 2-3 ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ ലിപ്സിൻ്റെ ഡാർക്ക്നെസ്സൊക്കെ മാറുന്നതാണ്. പിന്നെ ഒരിക്കൽ കൂടി നമുക്ക് ഇതിന് വേണ്ടി ഡാർക്ക്നെസ്സിന് വേണ്ടി നമുക്ക് ഒന്നും ചെയ്യേണ്ടി വരത്തില്ല, പെർമനൻ്റ് ആണത്. എനിക്കങ്ങനെയായിരുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അടുത്ത് നമ്മളൊരു ലിപ് ബാം ആവില്ലേ, നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ലിപ് ബാമാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ബീറ്റ്റൂട്ട് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നമ്മളിതിൻ്റെ ജ്യൂസ് എടുക്കാനായിട്ടാണ് ഇത് ഗ്രേറ്റ് ചെയ്യുന്നത്. ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത് തക്കാളിയുടെ ജ്യൂസാണ്. ഇതിങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുക്കുമ്പോഴേക്കും നമ്മൾ നല്ല ജ്യൂസ് തന്നെ കിട്ടും. തക്കാളിയുടെ ജ്യൂസ്, അതായത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തത് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് 1 സ്പൂൺ ആഡ് ചെയ്യണം. ഏകദേശം 1 സ്പൂൺ ഉണ്ട്. ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് പഞ്ചസാരയാണ്. 1 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആകുമ്പോഴേക്കും ചെറിയൊരു ക്രീം ഫോമിലായിക്കോളും. ഒരു 2-3 ഡ്രോപ്സ്, ഒരു 5 ഡ്രോപ്സോളം ലെമൺ ജ്യൂസ് ഇതിലോട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 സ്പൂണോളം മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിൽ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ഒരു നല്ലൊരു കണ്ടെയ്നറിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഡെയിലി അതിൽ നിന്ന് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ലിപ്സ് ഡെയിലി മോയ്സ്ചറൈസ് ചെയ്യാൻ മറന്നു പോകരുത്. അതിനുശേഷം ലിപ്സ് ഡെയിലി മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഫ്രീസറിൽ വെച്ചുകൊണ്ടാണ് ഇത്ര ഒട്ടിക്കാവുന്നത്.
താഴെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരില്ല. ഫ്രീസറിൽ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ തിക്കാവും. ഇത് നമ്മളിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഡെയിലി ലിപ്സ് ഡെയിലി മോയ്സ്ചറൈസ് ചെയ്യുക. അതിനൊപ്പം തന്നെ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലീസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഇനിയും എത്തുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത്. ബൈ, അസ്സലാമു അലൈക്കും. ഓക്കെ, ബൈ ബൈ, ടാറ്റ.